എല്ലാവർക്കും ടേസ്റ്റി ക്വീൻസ് 2020 റമദാൻ ആശംസകൾ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ചിക്കൻ പുലാവാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചീനച്ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു വൈൻ ലീഫും ഒരു 3 ഗ്രാമ്പൂ, പട്ട, ഏലക്ക അതും കൂടെ ചേർത്തൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്, നീളത്തിൽ അരിഞ്ഞത്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് നേരം ടൈം എടുക്കും. അത് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 പച്ചമുളകാണ് ഞാൻ ചേർത്തിക്കുന്നത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. സവാളയൊന്ന് നന്നായി മൂത്ത് വരുന്നത് വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞതാണ് ഒരു 1/4 കപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ 2 കപ്പ് ബസുമതി റൈസാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. അതൊരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തി ഇതാണിത്. അതും കൂടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ 1/2 കിലോ ചിക്കനാണ്, 2 സ്പൂണ് മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ചിക്കനിലുള്ള മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കുന്നത് വരെ ഇളക്കി ശേഷം ചെറു ചൂടുള്ള വെള്ളം ഈ അരിയുടെ മീതെ നിൽക്കുന്ന തരത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി അടച്ച് വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ് നേരം വേവിക്കാം. ഇപ്പോൾ നന്നായി പാകത്തിനൊക്കെ വേവൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റും കൂടി അടച്ചു വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ 1 സ്പൂണ് ചെറുനാരങ്ങ നീരും കുറച്ചും കൂടി മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്തിട്ട് നമുക്ക് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തതും കൂടെ ചേർത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാം. റൈത്ത ചേർത്ത് കഴിക്കാം.